ഹായ് ഫ്രണ്ട്സ്, അല്ലുവിൻ്റെ സ്കൂളിലെ വാർഷികത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അല്ലുവും കൂടി നേരത്തെ പോവുകയാണ്. 4 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 4-4:30 ആകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഉറങ്ങുകയാണ്. ആദുവിനെ ഇപ്പോൾ കൊണ്ടുപോകണില്ല. അപ്പോൾ അബീനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഉണർന്ന് വാശി കാണിക്കുമ്പോൾ അവർ ശുഭേട്ടൻ അവരെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ആക്കിയാണ്ട് ശുഭേട്ടൻ പോയി. നേരത്തെ 5 മണിയൊക്കെ ആകുമ്പോഴേക്കിന് മാറ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വരാൻ പറഞ്ഞതാണ്. 3 മണിയാകുമ്പോഴേക്കും സ്കൂളിലെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അംഗനവാടി കുട്ടികളെ പരിപാടി, പാട്ട്, അങ്ങനെ പരിപാടികളൊക്കെ 3 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവനെ മാറ്റാനൊക്കെ ഉള്ളത് 4 മണിയാകുമ്പോഴേക്കും എത്താൻ പറഞ്ഞാണ്ട് ഞങ്ങൾ ആ നേരത്ത് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അറിയണത് അവരത് കുറേ ലേറ്റായിട്ടാണ്. അപ്പോൾ 5 മണി 6 മണി ആവൂല, 7 മണി 8 മണിയൊക്കെ ആവും മാറ്റിക്കാന്നാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ടീച്ചർ. അപ്പോൾ അവിടെ കുറേ നേരം പാട്ടും ഇതൊക്കെ കണ്ട് പിന്നെ അവന് ബോറടിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും അതും ഉണന്നല്ല വാശി കാണിക്കൽ തുടങ്ങി പറഞ്ഞാണ്ട് അവനെയും കൊണ്ട് വന്നു. അപ്പോഴും ഇവിടെ സ്റ്റേജിലത്തെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടായിട്ടും ഡാൻസായിട്ടും കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയതും അങ്ങനെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. തുണീൻ്റെ പന്തലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റേജ് ആണെങ്കിലും ഇരിക്കേണ്ട അവിടെ എല്ലായിടത്തും തുണീൻ്റെ പന്തലായിരുന്നു. പക്ഷേ പെട്ടെന്ന് മഴ പെയ്തു. അതുകൊണ്ട് ഇരിക്കുന്ന അവിടേക്കൊക്കെ മഴവെള്ളം വന്ന് എല്ലാവർക്കും എഴുന്നേറ്റ് പോകേണ്ടി വന്നു. പക്ഷേ അത് അധികം നേരം നിൽക്കാത്തതുകൊണ്ട് ആർക്കും വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം മാറി റെഡിയായി. എല്ലാവരും സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ വന്നിരുന്നു. പിന്നെ 7 മണിക്കായിരുന്നു നമ്മുടെ ഉദ്ഘാടന ചടങ്ങും പ്രസംഗങ്ങളും യാത്രയപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നത്. അത് 7 മണി എന്നുള്ളത് 7:30 8 മണിയോട് അടുപ്പിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പരിപാടിയും ഉദ്ഘാടനവും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 9:30 10 മണിയാവാനായിട്ടുണ്ട്. പിന്നെയാണ് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത്. ആദ്യം വന്നതുകൊണ്ട് പിന്നെ അവനെ സ്റ്റേജിൻ്റെ മുന്നിൽ അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ അധികം നടക്കിയിരുന്നു. അബിയുള്ളത് കൊണ്ട് കുറേ നേരം അവൻ്റെ പിന്നാലെ അവൻ നടന്നു. എന്നാലും ഇടയ്ക്കൊന്നും അവൻ്റെ അടുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചു. മാറ്റിക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ചായ, രാത്രിയിൽ ഫുഡ് എല്ലാം സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ലുവിനെ ടീച്ചറെ അടുത്ത് ഏൽപ്പിച്ചു. മാറ്റിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അവരവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും ഉദ്ഘാടനവും കുറച്ച് പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു. ടീച്ചർക്ക് സമ്മാനം കൊടുക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടിരുന്നു. പിന്നെ സ്കൂളിൽ ഒരു വർഷത്തെ തൊട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അടങ്ങിയ ഒരു വിഷ്വൽസൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അല്ലുവിൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ബഹുമാന്യ വ്യക്തികളെ, പ്രിയ നാട്ടുകാരെ, സഹാധ്യാപകരെ, എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ, ഇന്ന് സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ ഏതാണ് വേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ 2-3-4 പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് അല്ലുവിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അവൻ്റെ തുടങ്ങിയപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ പരിപാടി കഴിഞ്ഞ് അവന് സമ്മാനം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. അവനും പറ്റ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്ര ടൈം വരെ നിൽക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉറക്കം വന്നിട്ടും ആകെ അതിന് ഓടിക്കളിക്കുക തന്നെയായിരുന്നു, അടങ്ങി നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനും ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഉറങ്ങുകയല്ലായിരുന്നു, അവനും വാശി കാണിക്കുക, കരയുക, പോകണമെന്ന് പറയുക, അങ്ങനെ നിന്ന് അവൻ്റെ പരിപാടി കഴിഞ്ഞേക്ക് സമ്മാനം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോഴേക്കും തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ 2-3-4 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.